അങ്ങനെ ഒരു മാസത്തെ ലീവും കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ ടൈമായി. ഒരു മാസം ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോയിട്ടാ. ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ തൊട്ട് വരുന്നത് വരെ ഫുള്ള് ഉത്സവവും തെയ്യവും എല്ലായിരുന്നു. മധൂർ ബ്രഹ്മകലസം മുതൽ പിന്നെ പൈക്കത്തെ വിളക്ക്, തെയ്യം കെട്ട്, ചൗക്കിയിലെ പിന്നെ വിഷു, അങ്ങനെ എല്ലാമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പക്ഷേ ഒരു കാസർഗോഡുകാരി എന്ന നിലയിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ രാവിലെ 6:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അഗിയേട്ടൻ ഞങ്ങളെ മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടിയാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് 10:20 ആയപ്പോഴേക്കും ബോർഡിങ് സ്റ്റാർട്ടായി. ഞങ്ങൾ ഇപ്രാവശ്യം എയർ ഇന്ത്യയിലാണ് പോയത്. 10:45 ആയപ്പോഴേക്കും ബാംഗ്ലൂർ എത്തിയിട്ടാണ്. സാധാരണ എയർ ഇന്ത്യ കുറച്ച് ലേറ്റ് ആവലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കറക്റ്റായിരുന്നു. നമ്മൾ പോയിട്ട് ഇറങ്ങിയത് തന്നെ ടെർമിനൽ 2ലാണ്. ഈ ടെർമിനലിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മാളിൽ പോയ ഫീലാണ് കേട്ടോ. എയർപോർട്ടിൽ ഇറങ്ങിയ പോലെ തോന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വാട്ടർഫോൾസും അങ്ങനെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അവിടുന്ന് പിന്നെ കുഞ്ഞിനെ വലിച്ചുകൊണ്ട് വരുന്നതാണ് മെയിൻ ഒരു പണി. ഒരു വെള്ളം കണ്ടാൽ പിന്നെ അവിടെ നനങ്ങേയില്ല. അവിടെ കുറേ സമയം നിൽക്കും. പക്ഷെ ഞങ്ങളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലോഞ്ചിൽ കയറണം എന്നുള്ളതാണ്. കാരണം നല്ലോണം പൈക്കുന്നുണ്ടായി. അങ്ങനെ നേരെ ലോഞ്ചിൽ പോയിട്ട് നല്ലോണം ഫുഡെല്ലാം കഴിച്ചിട്ടാണ്. അവിടെ പല വെറൈറ്റി ഫുഡ് ഉണ്ടായി. ഈ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിനെക്കൊണ്ട് നല്ല സമാധാനം ഇരുന്നിട്ട് ഫുഡും കഴിച്ച്. കാരണം നമുക്കിനി 3 മണിക്കൂറുണ്ട് ബാംഗ്ലൂർ ടു ഗുവാഹട്ടി ഫ്ലൈറ്റ്. ഞങ്ങളങ്ങനെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ ഫസ്റ്റ് കണ്ടത് തന്നെ IPL പ്ലെയേഴ്സിനാണ്. രാജേട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടായി, അതായത് IPL അല്ലേ, ആരെങ്കിലും സെലിബ്രിറ്റീസിനെല്ലാം കാണും എന്നെല്ലാം. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ പിന്നെ ഒന്നിച്ച് നിന്നൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ അറിയുന്നത് ഇത് ദേശ്പാണ്ഡെയാണ്, പിന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്നല്ല. അപ്പം അങ്ങനെ രാജേട്ടൻ ഡബിൾ ഹാപ്പി. ഫോട്ടോയെല്ലാം എടുത്ത ശേഷം ഒരു ക്രിക്കറ്റ് പ്രാന്തം എന്നുള്ള രീതിയിൽ രാജേട്ടൻ ഡബിൾ ഹാപ്പിയാണ്. അങ്ങനെ കറക്റ്റ് 6 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഗുവാഹട്ടി എയർപോർട്ടിലെത്തിയിട്ടാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു സമാധാനമായി. പിന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് യാത്രയെല്ലാം ചെയ്തു. സൂപ്പറായിരുന്നു. അങ്ങനെ ഇനിയിപ്പം നമ്മൾ അസ്സാം വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.